നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അവനെ കണ്ടുപിടിക്കാൻ വേണ്ടി നീ എവിടെ വേണ പൊക്കോളൂ, പക്ഷേ സൂക്ഷിക്കണമെന്ന് മാത്രം. ചുറ്റു ശത്രുക്കളാ. കുടുംബത്തിനകത്തുപോലും നിനക്ക് ശത്രുക്കളുണ്ട് മോളെ. അറിയാച്ചമ്മേ, ഞാൻ സൂക്ഷിച്ചോളാം. അച്ഛമ്മ നോക്ക്, അത് ഗിരിയുടെ കാറല്ലേ? നേരാണല്ലോ, അത് തക്കുടുവിന്റെ കാറ് പോലെ ഉണ്ടല്ലോ. നീ ആ നമ്പർ ഒന്ന് നോക്കിക്കേ. അത് നമ്മുടെ കാറ് തന്നെ അച്ഛമ്മേ. ഏ, കോഴിക്കോട് ഹോട്ടലിൽ പാർക്ക് ചെയ്ത് നമ്മുടെ കാർ ഇങ്ങനെ ഇവിടെ വന്നേ. തക്കുടു മോൻ. അച്ഛമ്മേ, ഞങ്ങളൊക്കെ കളഞ്ഞിട്ട് എവിടെ പോയതാ? ഒരു വാക്കെങ്കിലും പറഞ്ഞിട്ട് പോകാമായിരുന്നില്ലേ? എവിടെയായിരുന്നു ഇത്രയും കാലം ഗിരി? ഗിരി വന്നല്ലോ. മോനെ തക്കുടു. അച്ഛമ്മേ, അച്ഛമ്മേ, എന്തൊക്കെ പറഞ്ഞാലും ഗിരിയേട്ടന്റെ മിസ്സിംഗ് കേസ് അവളുടെ തലയിൽ തന്നെ വരണം. അതിനുവേണ്ടി ഒരു ബുദ്ധി അമ്പിയങ്ങളൊന്നും ആലോചിച്ചേ. ഗിരി എഴുതിയതാണെന്നും പറഞ്ഞ് സുമിയെ കുറ്റപ്പെടുത്തി ഒരു കത്തെഴുതിയാലോ? ഹയ്യയ്യേ, അതൊക്കെ ശരിയാവൂ. ഈ കത്തൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ അല്ലേ? ഇപ്പൊ മൊബൈലല്ലേ കളി മുഴുവൻ. പക്ഷെ ഈ കേസിൽ അത് നടക്കത്തില്ലല്ലോ. ഗിരിയുടെ മൊബൈൽ പോലീസ് കൊണ്ടുപോയില്ലേ? അപ്പൊ പിന്നെ ഇനി എന്ത് ചെയ്യും? അമ്മേ, അമ്മേ, ഗിരിയേട്ടനെയും കൊണ്ട് സുമിയേച്ചി അച്ഛമ്മയും വരുന്നുണ്ട്. ഗിരി തിരിച്ചു വന്നോ? ആ, ഇതാ ഒളിച്ചോടി പോയ അമ്മയുടെ മകൻ. ഇനി ചോദിക്കണം, ഗിരി പോകാൻ കാരണം ഭാര്യയായിട്ടുള്ള ഞാനാണോന്ന്. എല്ലാവർക്കും എന്നെ കുറ്റപ്പെടുത്താനായിരുന്നല്ലോ തിടുക്കം. എന്താ തിരിച്ചു വന്നപ്പോ ആർക്കൊന്നും പറയാനില്ലേ? നീ എവിടെയായിരുന്നു മോനെ? ഞങ്ങളെയൊക്കെ നീ തീ തിരിച്ചു കളഞ്ഞല്ലോ. എന്തിന്റെ പേരിലാണ് നീ ഇറങ്ങിപ്പോയത്? എന്താ നിനക്ക് പറ്റിയത്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഒരു സങ്കടേ ഉള്ളൂ, വിഷ്ണുവേട്ടനും കൂടി എന്റെ ഒപ്പം ഇറങ്ങുമെന്ന് വിചാരിച്ചില്ല. ആ സാധുവിനെ കൂടി വെള്ളത്തിലാക്കി ഞാൻ. അതൊക്കെ മറന്നേക്ക്. വാ, നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാം. അവിടെ നിങ്ങൾ രണ്ടാളും, അർജുനും കുഞ്ഞും, പിന്നെ ഞങ്ങൾ രണ്ടുപേരും, എല്ലാവർക്കും കൂടി സുഖമായിട്ട് കഴിയാം. അതൊന്നും വേണ്ട ആന്റി. ഒറ്റയ്ക്ക് ജീവിച്ച് കാണിക്കുന്ന സത്യമേ വെല്ലുവിളിച്ചിട്ടാ വിഷ്ണുവേട്ടൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോഴും അതെങ്ങനെയാണെന്നുള്ളതിനെ പറ്റി വലിയ ധാരണയൊന്നുമില്ലായിരുന്നു. രണ്ടുപേര് കൈകോർത്ത് പിടിച്ച് ഒരു കുഞ്ഞിനെയും എടുത്ത് നടുക്കടലിലേക്ക് എടുത്ത് ചാടുന്നത് പോലെ. ആ വെപ്രാളത്തിനും പരവേശത്തിനും ഇടയില് പലതവണ മുങ്ങിപ്പൊങ്ങി. ഇപ്പൊ ഞങ്ങക്ക് പൊത്തിപ്പിടിച്ച് കിടക്കാനൊരു പല കഷ്ണം കിട്ടിയിട്ടുണ്ട്.
പക്ഷെ കരയൊന്നും കാണാനായിട്ടില്ല. അതിപ്പോ എന്നെങ്കിലും കാണാൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷയില് വാശിയോടെ തുഴയ. ഇടയ്ക്ക് കൈയും മനസ്സും ഒക്കെ കുഴയുന്നുണ്ട്. കൊടുങ്കാറ്റും പേമാരിയും ഒക്കെ വന്ന് ഞങ്ങള് ചിലപ്പോ മുക്കിക്കളഞ്ഞെന്ന് വരാം. പക്ഷെ അപ്പോഴും ഞങ്ങൾ ഒന്നിച്ചായിരിക്കും. അവസാന ശ്വാസം വരെ പൊരുതു ആന്റി. ഇനിയിപ്പോ അങ്ങനെ തോറ്റാലും ഞങ്ങൾ ജയിക്കും ആന്റി. പക്ഷെ അതിനിടയിൽ കൈനീട്ടി തരാൻ ഒരാളുണ്ടെങ്കിൽ വിഷ്ണുവേട്ടൻ വല്ലാതെ തോറ്റുപോകും. അത് വേണ്ടെന്ന് ഞങ്ങൾ ഒന്നിച്ചെടുത്ത തീരുമാന. മനസ്സിലായി മൊത്തം. ദാ, ഇത് വാങ്ങിക്ക് ശാലിനി. വേണ്ട ആന്റി. എന്റെ ഭർത്താവിന് ഇപ്പൊ ഒരു ജോലിയുണ്ട്. പക്ഷെ ഇത്രയും ഒന്നിച്ച് സമ്പാദിക്കാൻ വിഷ്ണുവേട്ടൻ ഒരുപാട് നാള് ജോലി ചെയ്യേണ്ടി വരും. പക്ഷെ ഇതെടുത്ത് ചെലവാക്കിയ വിഷ്ണുവേട്ടൻ വിയർപ്പൊഴുക്കി ദിവസവും സമ്പാദിച്ചു കൊണ്ടുവരുന്ന ഇതുപോലുള്ള 2-3 നോട്ട് ചെലവാക്കി ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ രുചി അതുണ്ടാവില്ല. എന്നാ ഇതെന്റെ കൊച്ചുമോക്ക് പാറക്കുട്ടിക്ക്. ആന്റി, ഇതിന് നീ എതിരൊന്നും പറയരുത്. ഇതിന്ന് നീ ഒരു ചില്ലി തുട്ടെടുത്ത് നിങ്ങൾക്ക് വേണ്ടി ചെലവാക്കണ്ട. ഇവൾക്കുള്ള ചെലവുകൾക്ക് മാത്രം ഇതിൽ നിന്ന് പണം എടുത്താൽ മതി. അതിനുള്ള അവകാശവും എനിക്കിപ്പോ ഇല്ലേ? ഇവളുടെ അച്ഛമ്മയല്ലേ ഞാൻ. ചൂടാ, ഇവളെ വിട്ടിട്ട് പോവാൻ മനസ്സനുവദിക്കുന്നില്ല. വിഷ്ണുവേട്ടന് ഒഴിവ് കിട്ടുമ്പോഴൊക്കെ ഇവളെയും കൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് വരാം ആന്റി. അമ്മയുടെ ചക്രക്കുട്ടി വാ 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 വാ. ഓ, എന്നാ പോട്ടെ, ഞങ്ങൾ അങ്ങോട്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കാർ എടുക്കടാ. ആ ഭാമേ, ഞങ്ങളിതാ എത്തി. ഈശ്വര, അമ്മ. അയ്യോ, അമ്മ. ഇതെന്താ ഇവിടെ നിർത്തിയത്? ആ പൂവത്തിന് മുന്നിലേക്ക് മാറ്റി നിർത്തണ. അവ എവിടെയെങ്കിലും നിർത്തട്ടെ. എനിക്ക് ഭാമയെ കാണാൻ നിർത്തിയായി. നിങ്ങൾ ഇറങ്ങി വാ. ഓ, ഭാമേ, എത്ര നാളായി കണ്ടിട്ട്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഞാൻ കാറും മുന്നോട്ട് നിർത്തണോ? അയ്യോ വേണ്ടായേ, ഞാനിവിടെ ഇറങ്ങിക്കോളാം സാറേ. ഗ്ലാസ് ഒന്ന് ആദ്യേ. ഒരു കാര്യം പറഞ്ഞാൽ കേക്കരുതിട്ടാ. ഡാ, വാങ്ങിക്കുന്ന കാശിന് നന്ദി വേണോടോ. എന്തേ അതിന്റെ ഒരു ഡൈവിങ് എന്നാന്ന് പറഞ്ഞേ? ഈ വരുന്ന 11-ന്. ഓ, അപ്പൊ ഡേറ്റിംഗ് അടുത്തല്ലോ. പത്രച്ചായ, എന്തൊക്കെയുണ്ട് ഭാവി വിശേഷങ്ങള്? വിശേഷമൊക്കെ അവിടെയല്ലേ? അത് പറയാനല്ലേ ഇങ്ങോട്ട് വന്നത്. എന്നാ അകത്തോട്ടിരിക്കാം. രാഘവേട്ടൻ കാത്തിരിക്കുക. ഓ, അല്ല പത്രച്ചായ, നിങ്ങളുടെ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. പത്രോച്ചായൻ ആരോട് അവിടെ നിന്ന് സംസാരിച്ചത്? അത് ഡ്രൈവർ.
ഓ, സുഗുണൻ തന്നെയല്ലേ പത്രോച്ചാന്റെ ഡ്രൈവർ? അയാളെ കൂടെ വിളിക്ക്. അയാള് പിരിഞ്ഞുപോയി മാമേ, അതല്ലേ പാട്. ഇത് മില്ലിലെ ജോലിക്കാരനാ. ഒരു വകതിരിവ് കേട്ടവൻ. എന്നാ വാ. ആ വിഷ്ണു, സത്യഭാമയുടെ പേരും പണമൊന്നും വേണ്ടെന്നല്ലേ പറഞ്ഞത്? ആ ജീപ്പും സത്യഭാമയുടെ പണം കൊണ്ട് വാങ്ങിച്ചതാ. അവന്റെ പ്രീതി, അവളുടെ അവസ്ഥ ഇപ്പൊ എന്താണാവോ? ഇവിടെ വരെ വന്നിട്ട് അവളെ കാണാതെ ഞാൻ എങ്ങനെ പോവുക? അവിടെ എന്തായാലും ഒന്ന് കാണണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സച്ചിൻ അതേപ്പറ്റിയൊന്നും ആവശ്യമില്ലാതെ ചിന്തിക്കണ്ട. ഇതിപ്പോ നമുക്കിടയിലെ വിഷയം. നാളെ എന്നെങ്കിലും ഇത് നമുക്ക് ചുറ്റുമുള്ളവരുടെ വിഷയമാവുള്ളൂ. അതിന് പറയാൻ പാകത്തിനുള്ള ചില കള്ളങ്ങൾ ഇപ്പോഴേ ആലോചിച്ച് വെച്ചാൽ മതി. കേൾക്കുമ്പോ ഒരു ലോജിക് ഉണ്ടാവണം, അത്രമാത്രം. അതെന്നെ പറ്റിയാണെങ്കിൽ കൂടുതൽ വിശ്വാസമാവും. ഒരിക്കലുമില്ല അർച്ചന. പിന്നെ എന്റെ ജീവിതം ഞാൻ ജീവിക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത്? എനിക്ക് എന്ത് സന്തോഷം ഉണ്ടായിട്ട് എന്ത് കാര്യം? അർച്ചന, എനിക്ക് ഒരാഗ്രഹമുണ്ട്. എന്താ അത്? എനിക്ക് മുമ്പേ നിന്നെ സെറ്റിലാക്കണം. നീ നല്ലതുപോലെ ജീവിക്കുന്ന കാണുമ്പോഴേ എന്റെ പശ്ചാത്താപം തീരും. പിന്നെ എന്റെ കാര്യം അതെന്റെ കയ്യിലല്ല. സച്ചേട്ടൻ പറയുന്ന പോലെ അത്ര നിസ്സാരാണോ എന്റെ സെറ്റിൽമെന്റ്? ഞാനോ സച്ചേട്ടനോ മാത്രം തീരുമാനിക്കേണ്ട കാര്യമാണെങ്കിൽ ശരി. പക്ഷേ ഇതങ്ങനെയല്ലല്ലോ. സിമ്പിൾ അല്ലെന്ന് അറിയാം, പക്ഷേ ശ്രമിക്കാമല്ലോ. കാര്യം പറഞ്ഞ മനസ്സിലാവാത്തവരല്ലല്ലോ നമുക്ക് ചുറ്റുമുള്ളവര്. ഇന്നത്തെ ഉറക്കം പോയി. തന്റെ മെഡിറ്റേഷൻ ഇനി അങ്ങോട്ട് ജീവിതത്തിൽ എന്നും തുടരേണ്ട അവസ്ഥയാണെന്ന് തോന്നുന്നു. വേണ്ടി വരില്ല സച്ചേട്ടാ. മനസ്സിന് ആഗ്രഹമുള്ളത് നടന്നു കഴിയുമ്പോൾ മനസ്സ് ശാന്തമാവും. പിന്നെ അറിയാതെ തന്നെ ഉറങ്ങിപ്പോവും. കുഞ്ഞുങ്ങളെ കണ്ടിട്ടില്ലേ? ഒരു കാര്യത്തിന് വാശി പിടിച്ച് ഉറങ്ങാതെ കരയും. കിട്ടിക്കഴിഞ്ഞാൽ ശാന്തമായിട്ട് ഉറങ്ങും. അതുപോലെ തന്നെ നമ്മളും. തനിക്ക് ഉറക്കമില്ലാതെ വരുമ്പോ താൻ ആരെയും മനസ്സിൽ കാണുന്നത്? അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. തനിക്കും ഉണ്ടോ ഓർക്കാനൊരു ഇഷ്ടമുഖം എന്നെ പോലെ? ഉണ്ട്. എനിക്കേറെ ഇഷ്ടമുള്ളൊരു മുഖം. അത് ആരാണെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരാൾ ഉണ്ടായിട്ട് താനെന്തുണ്ട് ഇത്രയും കാലം എന്നോട് പറയായിരുന്നു? എന്തിനാ പറയുന്നത്? സച്ചേട്ടൻ ചോദിച്ചില്ലല്ലോ. സച്ചേട്ടൻ്റെ ഉള്ളിൽ ആരാണെന്ന് ഞാൻ എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഞാൻ കരുതി തനിക്ക് അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്ന്. അന്ന് വക്കീലിനെ കാണാൻ പോയപ്പോഴെങ്കിലും തനിക്കൊന്നും സൂചിപ്പിക്കായിരുന്നില്ലേ ഇങ്ങനൊരു ബന്ധത്തെക്കുറിച്ച്? വേണമെന്ന് തോന്നിയില്ല. എന്തായിരുന്നു അയാളുടെ പേര്? ശ്രീഹരി. എവിടെയാ അയാള്? എവിടെയാണെന്ന് പറ. ഞാൻ ഈ നിമിഷം അയാളെ കണ്ടുപിടിച്ച് തന്റെ മുമ്പിൽ നിർത്തിത്തരാം. എല്ലായിടത്തും ഉണ്ട്. എല്ലായിടത്തും ഉണ്ടോ? എന്നുവെച്ചാ അയാൾക്കെന്താ ജോലി? ആൾക്കാർക്ക് നല്ലത് ചെയ്യുക, സമാധാനം കൊടുക്കുക, മൊത്തത്തിൽ ആൾക്കാരെ സംരക്ഷിക്കുക. ആള് ആർമിയിലാണോ? പണ്ടൊരു യുദ്ധം നയിച്ചിരുന്നു, മഹാഭാരത യുദ്ധം. ഇപ്പൊ യുദ്ധമൊന്നുമില്ല, വെറുതെ നടക്കാം. എന്റെ സച്ചേട്ട ഇത്രയ്ക്ക് മണ്ടനായി പോയല്ലോ.
ഞാൻ ഉറക്കമില്ലാതെ വരുമ്പോ കാണുന്നത് ഭഗവാൻ കൃഷ്ണനെയാ, സാക്ഷാൽ ശ്രീകൃഷ്ണനെ. കഥ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ തന്നെ പോലെ വേറെ ആർക്കും പറ്റില്ല. എനിക്ക് രാവും പകലും ആലോചിക്കാനും സ്വപ്നം കാണാനും സച്ചേട്ടനല്ലാതെ വേറെ ആരാ ഉള്ളത്? ഇങ്ങനെ കുറച്ചു നേരമെങ്കിലും എനിക്ക് വേണ്ടി തരുന്നത് തന്നെ എന്റെ ഭാഗ്യ. പക്ഷേ ഇനി എത്ര കാലം? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കാഞ്ചനെ എല്ലാരും മനസ്സിലാക്കണം, പക്ഷെ കാഞ്ചന ആരെയും മനസ്സിലാക്കില്ല. തന്റെ ഭാഗം മാത്രം ന്യായീകരിച്ച് ജയിക്കാനേ നീ എന്ന് ശ്രമിച്ചിട്ടുള്ളൂ. എന്നും ശരികൾ നിന്റേത് മാത്രോ? മറ്റുള്ളവര് നീ പറഞ്ഞത് മാത്രം കേൾക്കണം. അത് കേൾക്കുന്നവർക്ക് ചിന്തിക്കാനുള്ള ശേഷിയുണ്ടെന്ന് പോലും നീ അറിയുന്നില്ല. മംഗലശ്ശേരിയിലേക്ക് മോളെ കൊണ്ട് പോകരുതെന്ന് പലവട്ടം ഞാൻ നിന്നോട് പറഞ്ഞതാ. പക്ഷെ കല്യാണം കഴിപ്പിച്ച് മകളെ അയക്കേണ്ട വീടാണെന്നുള്ള ചിന്ത നിനക്കുണ്ടായില്ല. ഇതെന്റെ തറവാടല്ലേ പ്രഭേ? എന്നാണ് നിനക്ക് ഈ തറവാട് ചിന്ത ഉണ്ടായത്? സഞ്ജുവുമായിട്ട് ശ്രീകുട്ടിയുടെ വിവാഹം ഉറപ്പിച്ചതിന് ശേഷമല്ലേ? അതിനു മുമ്പ് ജന്മം തന്നവരെ കുറിച്ച് നീ ഓർത്തിട്ടുണ്ടോ? നീ നിന്റെ മനസാക്ഷിയോട് ചോദിക്ക്, എന്തിന് ഔചിത്യ ബോധം ഇല്ലാതെ ഇങ്ങോട്ട് വന്നെന്ന്. ഈ വീടിന്റെ മൂത്ത മകളായിട്ടല്ല നീ വന്നെന്ന് അപ്പം മനസ്സിലാവും. നീ ചെയ്യുന്നതിന്റെയൊക്കെ ശിക്ഷ അനുഭവിക്കുന്നത് സ്വന്തം മകളാണെന്നുള്ള ബോധം പോലും നിനക്കുണ്ടായില്ല. നിനക്കിഷ്ടമില്ലാത്തവരെ നീ ഈ വീടിന്റെ പടിയിറക്കും. അത് മാത്രമാണ് നിന്റെ ചിന്ത. നീ മത്സരിച്ച് തോൽപ്പിക്കാൻ വന്ന ശ്രീദേവി നിന്റെ മോളുടെ ജീവന് വേണ്ടി പ്രാർത്ഥനകളുമായി പകലും രാവും ഐസുവിന്റെ മുന്നിലിരുന്നു. ആ സമയം നീ അമ്മുവിനെ ഓടിച്ചു വിടാനുള്ള വ്യഗ്രതയിലായിരുന്നു. ഞാൻ പറഞ്ഞ നിനക്ക് ഇഷ്ടപ്പെടില്ലെന്ന് എനിക്കറിയാം. നിന്നെ കാണുമ്പോ ഞാൻ മുഖം തിരിക്കുന്ന അതുകൊണ്ടാ. കഴിഞ്ഞ 25 വർഷത്തിനിടയിൽ ഞാൻ നിന്നോട് ഒരിക്കലെങ്കിലും ദേഷ്യപ്പെട്ടതായി നിനക്ക് ഓർമ്മയുണ്ടോ? ശാസിച്ചിട്ടുണ്ടോ? ശകാരിച്ചിട്ടുണ്ടോ? എനിക്കതിന് കഴിയാഞ്ഞിട്ടല്ല, കഴിവ് കെട്ടവനുമല്ല ഞാൻ. നിന്നെ മനസ്സിലാക്കി നിന്നെ ഞാൻ സ്നേഹിച്ചു. ഒരു കുടുംബമായി കഴിഞ്ഞാൽ രണ്ടിലൊരാൾ നിശബ്ദനാവാതെ പറ്റില്ലെന്ന് അറിയാവുന്നതുകൊണ്ടാ നമ്മുടെ ഇടയിൽ സ്വരച്ചേർച്ച ഉണ്ടായത്. അത് നീ ചെയ്ത വിട്ടുവീഴ്ചയൊന്നുമല്ല, ഞാൻ ചെയ്തത്. ഇനി എനിക്കതിന് കഴിയില്ല കാച്ചൻ. പഴയതുപോലെ നിന്നെ സ്നേഹിക്കാനും എനിക്ക് കഴിയില്ല. എന്റെ മോൾക്ക് ഈ അവസ്ഥ വന്നതോടെ എനിക്ക് നിന്നിലുള്ള വിശ്വാസം ഇല്ലാതായി. പ്രഭ എന്റെ മേൽ ചുമത്തിയ മുഴുവൻ കുറ്റങ്ങളെയും ഞാൻ അംഗീകരിക്കുന്നു. വീണ്ടും വാദിച്ച് ജയിക്കാനായി ഞാൻ ചോദിക്കുന്നതുമല്ലേ. ഒരമ്മയുടെ ഹൃദയവേദന കൊണ്ട് മാത്രം ഞാൻ ചോദിച്ചു പോവാ പ്രഭേ. എന്റെ ഒരു സമാധാനത്തിന് വേണ്ടിയ എന്റെ മോൾക്ക് ഈ അവസ്ഥ വരാൻ കാരണക്കാരി ഞാനാണോ? മംഗലശ്ശേരി വന്നതുകൊണ്ട് മാത്രമാണ് അവക്ക് ആപത്ത് സംഭവിച്ചത്. ആദ്യം ഞാൻ അങ്ങനെ ദേഷ്യത്തിന് പറഞ്ഞതാണെങ്കിലും സത്യം അത് തന്നെയാണെന്ന് ഇവിടെ വന്നതിന് ശേഷം എനിക്ക് മനസ്സിലായി. അവള് ചന്ദ്രകാന്തത്തിൽ കഴിഞ്ഞെങ്കിൽ മംഗലശ്ശേരിക്കാരോട് പകവച്ച് അവസരം കാത്തിരുന്നവരുടെ കണ്ണിൽ എന്റെ മോള് വന്ന് പെടില്ലായിരുന്നു. 25 വർഷം ഈ കുടുംബമായിട്ട് നിനക്കൊരു ബന്ധവും ഇല്ലായിരുന്നു. മംഗലശ്ശേരിയുടെ പടിക്ക് പുറത്തായിരുന്നു കാഞ്ചന. എന്തു ചെയ്യാം, എന്റെ മോള് സഞ്ജുവിനെ സ്നേഹിച്ചു പോയി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാൻ കെട്ടി ഈ താലി കഴുത്തിലണിഞ്ഞ നിനക്ക് എങ്ങനെ എന്റെ മുന്നിൽ നിൽക്കാൻ പറ്റുന്ന? താലിയെപ്പറ്റി ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടവളാ ഞാൻ. ഒരു പെണ്ണിനെ സംബന്ധിച്ച് അവളുടെ താലിയുടെ പരിശുദ്ധിയും പവിത്രതയും അവളുടെ ഭർത്താവിലാണ് കുടികൊള്ളുന്നത്. നിങ്ങൾ എന്നെ പഠിപ്പിച്ചു തന്നത് മോഹിക്കാനും സ്വപ്നം കാണാനുള്ളതല്ല ഈ താലി എന്ന്.
വെള്ളക്കയത്തിൽ മുങ്ങിത്താഴുന്ന എനിക്ക് വേണ്ടി നിങ്ങളൊരു കയറെറിഞ്ഞു തന്നു. ഞാനതി പിടിച്ച് കരകയറി. അവിടെയെല്ലാം കഴിഞ്ഞു. ഇത് ഞാൻ പറയുന്നതല്ല, നിങ്ങൾ തന്നെ പറഞ്ഞതാ. നിങ്ങളിൽ നിന്നും ഞാൻ പഠിച്ച പാഠം. നിങ്ങൾക്ക് എന്നെ രക്ഷിക്കാൻ കയ്യിൽ തടഞ്ഞതെന്തോ അതെനിക്ക് ജീവിതമായി. അതിന്റെ പേരില് ഇനി എന്തിനൊരു സംസാരം? പിന്നെന്തിനാ നീ സ്വാതിയുടെ എല്ലാം വിളിച്ചു പോയത്? അബോധാവസ്ഥയിലേക്ക് പോയതുകൊണ്ട് അവളത് കേട്ടില്ല. കേട്ടിരുന്നെങ്കിലോ? എനിക്കതിൽ ഇപ്പോഴും കുറ്റബോധമുണ്ട്, ചേച്ചി അത് കേൾക്കാതെ പോയതിൽ. ചേച്ചിയോട് എനിക്കെല്ലാം തുറന്നു പറഞ്ഞാൽ കൊള്ളാന്നുണ്ട്. കൊള്ളാം. ഇത്രയും നേരം വലിയ വായിൽ സംസാരിച്ചിട്ട് മനസ്സിലെ ചിന്ത നന്നായിട്ടുണ്ട്. എന്റെ കഴുത്തിൽ താലി കെട്ടിയത് നിങ്ങളാണെന്ന സത്യം മാത്രമേ ചേച്ചി അറിയാനുള്ളൂ. ആ താലി കെട്ടിയ മനുഷ്യനുമായി എനിക്കൊരു ജീവിതം ഒരിക്കലും ഉണ്ടാവില്ലെന്ന് ചേച്ചിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ആ മനുഷ്യനെ ദൈവതുല്യനായിട്ടാ കാണുന്നതെന്ന് ചേച്ചിക്ക് അറിയാം. എന്നെയും നിങ്ങളെയും ചേച്ചി ഒന്നിച്ചു വെക്കുന്നതാണ് നിങ്ങൾ ഭയക്കുന്നതെങ്കിൽ അതുണ്ടാവില്ല. അവൾ അതിനു വേണ്ടി പരിശ്രമിക്കില്ലെന്ന് എന്ത് വിശ്വാസം നിനക്കുള്ളത്? 2 തവണ നിങ്ങൾ എനിക്ക് രക്തം ദാനം നൽകി രക്ഷിച്ചില്ലേ? അതുപോലെ മറ്റൊരു രക്ഷപ്പെടുത്തൽ മാത്രം ഈ താലിയും. രക്തദാനം പോലെയല്ല ഒരു പെണ്ണിനെ താലി ദാനം ചെയ്യുന്നത്. നീയും ഞാനും പറയുന്നത് സ്വാതി പോലും അംഗീകരിച്ചു തരില്ല. നിനക്കുള്ള വേദന എനിക്കുണ്ടെന്ന് നീ മനസ്സിലാക്കുക. ഇപ്പൊ നമുക്ക് സ്വാതി എഴുന്നേറ്റ് വരുന്നതിനെ പറ്റി മാത്രം ചിന്തിക്കാം. അതിനുശേഷം ഒരു തീരുമാനത്തിലെത്താം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ചെല്ല്, വിശാലിന്റെ മുഖത്ത് മഞ്ഞൾ പുരട്ടി കൊടുക്ക്. ഞാൻ ധിക്കാരം പറയാണെന്ന് കരുതരുത്. ഞാനത് ചെയ്യില്ല. എന്നെ കൊണ്ടതിന് കഴിയില്ല. ഇത് ക്രൂരതയാ. ഇത്രയും വലിയ ക്രൂരതയൊന്നും ഒരു പെൺകുട്ടിയോടും ചെയ്യരുത്. വിശാൽ ബ്രോ, ബ്രോ എങ്കിലും ഇതിന് കൂട്ടു നിൽക്കരുത്. പാവം കിട്ടും. അതിന് നിന്നോട് ആരെങ്കിലും അഭിപ്രായം ചോദിച്ചോ? പാപം കിട്ടും അത്രേ. ഏതെങ്കിലും മഞ്ഞൾ കല്യാണത്തിന് അടുക്കളക്കാരിയെ കൊണ്ട് ആദ്യം മഞ്ഞൾ പുരട്ടിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? പാർവതിയുടെ മാനസികാവസ്ഥ അറിയാവുന്നതുകൊണ്ടാ അവള് തന്നെ ആദ്യം മഞ്ഞൾ പുരട്ടി കൊടുക്കട്ടെ എന്ന്
ഞാൻ തീരുമാനിച്ചത്. അത് ക്രൂരതയല്ല, എന്റെ ദയയാണ്. അറിയൂ നിനക്ക്? ഇത്രയും വലിയ ദയ പാർവതിക്ക് വേണ്ടെങ്കിലോ? കാര്യങ്ങൾ തീരുമാനിക്കാൻ ഇവിടെ മുതിർന്നവരുണ്ട്. നീ കണ്ടു നിന്നാ മാത്രം മതി. കണ്ടു നിൽക്കാൻ മനസ്സില്ലെങ്കിൽ പൊയ്ക്കോ. പാർവതിക്ക് താല്പര്യമില്ലെങ്കിൽ അവളെ കൊണ്ട് ഈ ചടങ്ങ് ചെയ്യിക്കരുതെന്നാ എന്റെ അഭിപ്രായം. ഏറ്റവും മുതിർന്നയാള് തന്നെ പറഞ്ഞല്ലോ. ഇനിയെങ്കിലും ഈ ക്രൂരതയൊന്ന് നിർത്ത്. അമ്മ ഇങ്ങനെ പറയുമ്പോ എനിക്ക് അത്ഭുതമാണ് തോന്നുന്നത്. വിശാലിന് വേണ്ടി ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത് അച്ഛമ്മയോ അമ്മയോ ചെറിയമ്മയോ ഒന്നും അല്ല, പാർവതിയാ. മഞ്ഞൾ പുരട്ടി കൊടുക്കുകയും ഒക്കെ നന്നായിട്ട് വരാൻ പാർവതി പ്രാർത്ഥിക്കും. അതുപോലെ സംഭവിക്കുകയും ചെയ്യും. നല്ല ഉദ്ദേശത്തോടെ അമ്മയെ പറയുന്നത്. അച്ഛമ്മയും ഗാർഗിയൊക്കെ തെറ്റായ രീതിയിൽ ഇതിനെ കാണുന്നത്. മഞ്ഞൾ പുരട്ടി കൊടുക്ക് പാർവതി. പുരട്ടി കൊടുക്കാനല്ലേ പറഞ്ഞത്? അമ്മേ, ഒരു മിനിറ്റ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇവൾ എന്റെ കാലിൽ മഞ്ഞളിടണം. ആന്റി നിർബന്ധിച്ച് ഇവളെ കൊണ്ട് ചെയ്യിക്കണം. അതെന്റെ വാശിയാ. മോളെ, പാർവതി വേണ്ട. ഞാൻ എവിടെയാ നിനക്ക് മഞ്ഞൾ പുരട്ടി തരേണ്ടത്? കാലിലോ? നിന്റെ ആഗ്രഹമല്ലേ? പക്ഷേ കാലിന് പുരട്ടുന്നതിന് മുമ്പ് ഈ കൈകൊണ്ട് കുറച്ച് മഞ്ഞൾ ഞാൻ നിന്റെ കവിളിലും പുരട്ടിത്തരാം. തൊടല്ലേ. ബ്ലഡിന്റെ മണമടിച്ച എനിക്ക് മനം പുരട്ടും. നീ കൊണ്ടുവന്ന പൂക്കൾക്ക് രക്തത്തെക്കാൾ രൂക്ഷമായ ഗന്ധമുണ്ടല്ലോ. അത് നിനക്ക് മനം പുരട്ടിലുണ്ടാക്കില്ലേ? മരണത്തിന്റെ ഗന്ധോ നീ കൊണ്ടുവന്ന പൂക്കൾക്ക്. മരണത്തിന്റെ ഗന്ധം. അതിലും രൂക്ഷമായ മണമില്ല എന്റെ രക്തത്തിന്. എന്റെ കൈകൊണ്ട് മഞ്ഞൾ പുരട്ടിയ മഞ്ഞൾ കല്യാണം ഭംഗിയായിട്ട് നടക്കുന്നല്ലേ നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായം? ചടങ്ങ് തടസ്സമില്ലാതെ നടക്കട്ടെ. നിന്റെ കവിളിലും കൈകളിലും
കാലിനും ഒക്കെ ഞാൻ മഞ്ഞൾ പുരട്ടി തരാം. കാണിക്കേ. നീ എന്തോ അർത്ഥം വെച്ച് സംസാരിക്കുന്ന പോലെ ഉണ്ടല്ലോ. ജാസ്മിൻ വിശാലിന് പൂ കൊടുക്കുന്നത് നിന്റെ കണ്ണിലെ കുറ്റാണോ? ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ജാസ്മിന് കൃത്യമായി മനസ്സിലായി കാണും. ജാസ്മിന് മാത്രമല്ല, ജാസ്മിന്റെ ഏട്ടനും മനസ്സിലായി കാണും. പിന്നെ പൂ കൊടുക്കുന്നത് എന്റെ കണ്ണിൽ കുറ്റമാണോ എന്ന് ചോദിച്ചാ, എന്റെ കണ്ണിൽ മാത്രമല്ല, ആ പൂക്കൾ കൊടുക്കുന്നത് എല്ലാവരുടെയും കണ്ണിൽ കുറ്റമാണ്. അല്ലേ ജാസ്മിൻ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മോളെ ഐശ്വര്യ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. മോക്ക് ശ്യാമയെ ഇല്ലാതാക്കണം, അത് ന്യായമായിട്ടുള്ള കാര്യം. പക്ഷെ മോളെ, ദൈവത്തെ തൊട്ട് കളിക്കല്ലേ, അത് വേണ്ട മോളെ. അപ്പച്ചൊന്നും മിണ്ടാതിരിക്കെ. അവൾക്ക് കൂട്ടു നിൽക്കുന്ന എല്ലാവരും എന്റെ ശത്രുക്കളാ. ദൈവം ശ്യാമയ്ക്ക് വേണ്ടിയാ നിൽക്കുന്നത്. അപ്പോ ദൈവത്തെയും ഞാൻ എതിർക്കും. അവളുടെ ഒരു കൃഷ്ണൻ. മോളെ, എനിക്കെന്തായാലും ഈശ്വരനെ എതിർക്കാൻ പേടിയാ, അതുകൊണ്ട് ഞാനില്ല. അപ്പച്ചി വരണ്ട, ഞാൻ ഒറ്റയ്ക്ക് പൊയ്ക്കോളാം. ഒരു കുഴപ്പമില്ല. അപ്പച്ചി, അപ്പച്ചി വന്നേ. എന്താ മോളെ? അപ്പച്ചി, ഇവിടെ ശ്യാമയെ കാണുന്നുണ്ടോ? ശ്യാമയോ? മോൾ എന്താ ഈ പറയുന്നേ? അല്ല, ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴേ അവള് പ്രാർത്ഥിച്ചോണ്ട് നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി. അപ്പച്ചി എന്തെങ്കിലും കാണുന്നുണ്ടോ നോക്കിയേ, ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ, നോക്ക്. മോളെ, ഞാൻ പറയുന്ന കേക്ക്. കളിച്ച് കളിച്ച് ദൈവത്തിനോട് കളിക്കാൻ നിക്കല്ലേ. ബാക്കി ആരോട് വേണമെങ്കിലും മോള് കളിച്ചു, അപ്പച്ചി കൂടെ ഉണ്ടാവും. പക്ഷേ ദേ, വേണ്ട. എന്തായാലും അപ്പച്ചി, ഞാൻ വെച്ച കാലം പിന്നോട്ടില്ല. ഈ പ്രതിമ ഇവിടെ നിന്നെടുത്ത് മാറ്റാൻ പോവാ ഞാൻ. മോളെ വേണ്ട, അപ്പച്ചി പറയുന്ന കേക്ക്. അപ്പച്ചി ഒന്ന് ചുമ്മാതിരുന്നേ. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അയ്യോ മോളെ, എന്താ എന്താ പറ്റിയേ? ഞാൻ പറഞ്ഞതല്ലേ വേണ്ടെന്ന്. മോളെ ഐശ്വര്യ, എനിക്കെന്തോ എന്റെ കൈക്കൊക്കെ ഈശ്വര, എന്റെ തൊണ്ട വരളുന്നു. അപ്പച്ചി, എനിക്ക് കുറച്ച് വെള്ളം വേണം. ഇപ്പൊ കൊണ്ടുവരാം. അയ്യോ എന്റെ കൃഷ്ണ, ഓരോന്ന് വരുത്തി വച്ചിട്ട്. ഈശ്വര, മോളെ ഇതാ വെള്ളം കുടിക്ക. അപ്പച്ചി, അപ്പച്ചി എന്താ കളിയാക്കാണോ? അയ്യോ, ഇതിൽ നിറച്ച് വെള്ളം ഉണ്ടായിരുന്നല്ലോ. ഭഗവാനെ, എന്റെ മോളെ, നീ ആ ദേവകിയോട് കാണിച്ചതിനൊക്കെ ഭഗവാൻ പകരം ചോദിക്കുകയാണോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അതെ, ഒന്ന് നിന്നെ. എന്താ? ഇയാളെ അന്വേഷിച്ച് ഞാനും മോളും ആശുപത്രി മുഴുവൻ ഓടുകയായിരുന്നു.
എന്തിനാ എന്നെ അന്വേഷിക്കുന്നേ? നമ്മൾ തമ്മിൽ എന്താ ബന്ധം? നാടകമൊക്കെ എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി. എന്തായാലും ഇന്ന് എനിക്ക് എല്ലാം അറിയണം. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് വ്യക്തമായും കൃത്യമായും ഉത്തരം തന്നേ പറ്റൂ. എന്നിട്ട് നിങ്ങൾക്ക് പോവാം. ആദ്യത്തിന് നാളിനെ അറിയോ? ഒരുപാട് ആദിത്യന്മാരെ എനിക്കറിയാം, ആകാശത്തിലെ സൂര്യൻ ഉൾപ്പെടെ. ദേ, എന്റെ മോക്ക് വല്ലാത്തൊരവസ്ഥയാ. അതിനിടയില് ആദിത്യനാര് അശോകൻ ആരെന്നൊന്നും എനിക്ക് പറയാൻ സൗകര്യമില്ല. എനിക്കറിയണം, അറിഞ്ഞേ പറ്റൂ. ഹായ് ശ്രീകുട്ടി. ശ്രീകുട്ടിക്ക് എന്താ പറ്റിയത്? ഞാൻ നേരത്തെ ശ്രീകുട്ടിയെ കണ്ടായിരുന്നല്ലോ. ശ്രീകുട്ടിക്ക് ഒരു പനിയാ മോളെ. ശ്രീകുട്ടിക്ക് മരുന്ന് കഴിക്കാനുള്ള സമയമായി. ഞങ്ങൾ പോട്ടെ മോളെ, പിന്നെ കാണാട്ടോ. അതേട്ടാ, എനിക്കെല്ലാം മനസ്സിലായി. എന്ത് മനസ്സിലായിരുന്നു? വീട്ടിൽ അവളല്ലേ വന്നത്, അശ്വതി. പണം കൊടുത്തത് അവൾക്കല്ലേ? അവളുടെ മോളെ ചികിത്സിക്കാൻ വേണ്ടിയല്ലേ പണം കൊടുത്തത്? അമൃത, അതൊക്കെ ഇതൊരു ഹോസ്പിറ്റലാ. ഹോസ്പിറ്റലായിരുന്നു നന്നായി. ഇവിടെ വെച്ച് എനിക്ക് എന്തെങ്കിലും സംഭവിക്കും, അതുറപ്പാ. നിങ്ങൾക്കിനിപ്പോ ആശുപത്രി അന്വേഷിച്ച് വേറെ ഓടേണ്ടി വരില്ലല്ലോ. രക്ഷപ്പെട്ടു പോകാന്ന് കരുതണ്ട. വ്യക്തമായി ഉത്തരം പറഞ്ഞിട്ട് പോയാ മതി. പറ, അവളല്ലേ വീട്ടിൽ വന്നത്? ആ കുഞ്ഞിന്റെ ചികിത്സയ്ക്ക് വേണ്ടിയല്ലേ നിങ്ങൾ കാശ് കൊടുത്തത്? പറ. ഭ്രാന്തിന്റെ വക്കിലാ ഞാൻ നിൽക്കുന്നത്. അലറി വിളിച്ച് എല്ലാരും അറിയിക്കും ഞാൻ. അമ്മ വേണ്ട. അമൃത, മോളെ മോള് പോകോ. അമൃത, ഇവിടെ വെച്ചൊരു സീൻ ഉണ്ടാക്കരുത്. നീ മാത്രമല്ല, ഞാനും എല്ലാം കൂടി ഭ്രാന്തിന്റെ വക്കില്ല. നിങ്ങൾക്കിനി പ്രത്യേകിച്ച് എന്ത് ഭ്രാന്ത് വരാനാ? ഇപ്പൊ തന്നെ ഭ്രാന്തനല്ലേ? സ്ഥിരബുദ്ധിയുള്ളവർ കാണിക്കുന്ന എന്തെങ്കിലും ആണോ നിങ്ങൾ ചെയ്യുന്നത്? പ്ലീസ്, വീട്ടിലൊന്ന് ചെന്നോട്ടെ. ഡോക്ടർ പ്രത്യേകം പറഞ്ഞതാ, അമ്മയ്ക്ക് ടെൻഷൻ ഉണ്ടാകുന്ന ഒന്നും പാടില്ലെന്ന്. പ്ലീസ്. കാര്യങ്ങളുടെ സത്യം എനിക്ക് അറിഞ്ഞേ പറ്റൂ. അന്ന് ഞാൻ കണ്ട സ്വപ്നമൊക്കെ എത്ര കൃത്യമായിട്ടാ നടക്കുന്നത്. അവള് കുഞ്ഞുമായിട്ട് വീട്ടിൽ കയറി താമസിക്കാൻ വരുന്നു, വീട്ടിൽ കയറി താമസിക്കുന്നു. ഒക്കെ എന്റെ കണ്ണിന് മുന്നിൽ ഇപ്പോഴും കാണാം. എത്ര പറഞ്ഞാലും. അതേട്ടാ, ഞാൻ ഏട്ടനോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? നീ എന്തൊക്കെയാ അമൃത പറയുന്നേ? എന്റെ ജീവിതം എന്തിനാ ഇങ്ങനെ അലങ്കോലമാക്കി കളയുന്ന? എന്താ അതേട്ടാ, എന്നോടൊരു ദയവ് കാണിക്ക്. പറ, തുറന്നു പറ, അതാരം? നീ വെറുതെ വിഷമിക്കാതെ. നീ കരുതുന്നത് പോലെ ഒന്നുമില്ല. എന്തൊന്നുമില്ലെന്ന്? വട്ട് കയറി ഞാൻ ഈ ഹോസ്പിറ്റൽ കെട്ടിടത്തിന്ന് ചാടിച്ചാവുന്ന കാണും ആദ്യേട്ടന്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആ കല്യാണം നടക്കട്ടെ. കീർത്തന നല്ല മോള. അങ്ങനെ ഒരു കുട്ടി നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് നല്ലത് തന്നെയാ. പക്ഷെ ആ പിള്ളേച്ചന് ഇഷ്ടമില്ലാതെ ഒന്നും വേണ്ട. തർക്കവും ബഹളമൊക്കെ ആയാല് ആ മോളുടെ ഭാവിയെ അത് ബാധിക്കുന്നത്. എനിക്കറിയാം, നിങ്ങൾക്ക് രണ്ടുപേർക്കും ആ മോളെ ഇഷ്ടം. കീർത്തനയെ പോലൊരു മോളെ മരുമോളായി കിട്ടാൻ സുധാമണിയും ആഗ്രഹിക്കുന്നു. ആ കുട്ടിയെ ഭാര്യയായി കിട്ടാൻ സാഗറും ആഗ്രഹിക്കുന്നു. എന്റെ ഭാര്യയുടെയും മകന്റെയും ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാൻ ഞാനും ആഗ്രഹിക്കുന്നു. എന്നുവെച്ചാ പിള്ളേച്ചനുമായി ഇതിന്റെ പേരിൽ ബഹളം ഉണ്ടാക്കാൻ പോവാ? പിള്ളേച്ചനുമായി ബഹളം ഉണ്ടാക്കും, പക്ഷേ ഞാനല്ല. കീർത്തനയെ കാണാൻ വരുന്ന ചെറുക്കൻ വീട്ടുകാർ, അവർ ബഹളം ഉണ്ടാക്കും. എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആ ശരി, മനസ്സിലാകുന്ന ഭാഷയിൽ പറയാം. ഇപ്പൊ ആ കുട്ടിക്ക് ഒരു കല്യാണാലോചന വരുന്നില്ലേ? അതങ്ങ് പൊളിയുന്നു.
കല്യാണാലോചനക്കാരെ വഴിയിൽ തടഞ്ഞ് തിരിച്ചയക്കുന്നു. ഈ ആലോചനക്കാർ പോകുമ്പോ പിള്ള അടുത്തൊരു ടീമിനെ കൊണ്ടുവരും. അവരെയും പൊളിച്ചെടുക്കും. എന്റെ മോനെ കൊണ്ട് കീർത്തനയെ കെട്ടിക്കുന്നത് വരെ ഈ പ്രക്രിയ തുടരും. ജീവിതത്തിന്റെ ഒരു ഘട്ടം വരെ എന്റെ മക്കൾക്ക് വേണ്ടി ഒന്നും ചെയ്തു കൊടുക്കാത്ത ഒരു അച്ഛനാണ്. എന്റെ ജീവിതത്തിന്റെ ഈ ഒരു ഘട്ടത്തിൽ ഞാൻ ഭൂമിയിൽ ജീവിക്കുന്നത് തന്നെ എന്റെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടിയാണ്. നിങ്ങൾക്ക് വേണ്ടി എന്റെ ജീവൻ ചോദിച്ചു നോക്കും. ഏറ്റവും സന്തോഷത്തോടെ അടുത്ത നിമിഷത്തിൽ ഞാനത് തന്നിരിക്കും. കീർത്തനെ എന്റെ മോനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചിട്ടേ എനിക്കിനി വിശ്രമമുള്ളൂ. അമ്മയും മക്കളും ഞാൻ കുഴിക്കുന്ന കുഴിയിൽ വീണുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ ഈ ആലോചന എങ്ങനെയാ പൊളിക്കുന്നത്? ഈ കോളനിയിലേക്ക് വരാൻ അമ്പലത്തിൽ നിന്ന് തിരിയുന്ന ആ ചെറിയ റോഡ് മാത്രമല്ലേ ഉള്ളൂ? അതെ. നമ്മൾ ആ റോഡിൽ അവരെ കാത്തു നിൽക്കും. എന്നിട്ട് എങ്ങനെയാണ് അച്ഛൻ കൈകാര്യം ചെയ്യാൻ പോകുന്നതെന്ന് മോൻ കണ്ടോ? ബഹളമൊന്നും ഉണ്ടാക്കരുത്. അത് എന്റെ ഒരു അപേക്ഷയാ. പേടിക്കണ്ട സുധാമണി, ഞാനില്ലേ കൂടെ. സോറി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്തേ ജ്യൂസ്? അല്ല, എനിക്ക് വേണ്ട. എനിക്ക് ജ്യൂസ് വേണ്ട. അല്ല, എനിക്ക് ആവശ്യമില്ല. എനിക്ക് ഇനി വേണ്ട. എനിക്ക് വേണ്ട. ഞാൻ കഷ്ടപ്പെട്ട് പോട്ട് വന്ന് കുടിങ്ങ. കഷ്ടപ്പെട്ടിട്ടോണ്ട് വന്നാ കുടിക്കാൻ. ഞാൻ ഒരെണ്ണം കുടിച്ചു. നീ കുടിച്ചീங்களா? യാർ പോട്ട് വന്നത്? ആര് ബോട്ടിൽ വന്ന്? ബോട്ടിൽ വന്നല്ല, ആരിട്ടോണ്ട് വന്നത്. ആരാ തനിക്ക് ജ്യൂസ് തന്നേന്ന് മുന്നേ? അത് ഷായിന കൊണ്ടുവന്ന് തന്നാളാ? ഞാൻ എവ്വളോ കഷ്ടപ്പെട്ട് പാസമാ இந்த ജ്യൂസ് പോട്ടിട്ട് വന്ന தெரியுமா? അയ്യോ, പാസ് കൊടുത്തിട്ട് ജ്യൂസ് മേടിച്ചിട്ട് വരും. എവിടുന്ന്? തനിക്ക് വേണ്ടി ഇഷ്ടത്തോടെ സ്നേഹത്തോടെ ഉണ്ടാക്കിക്കൊണ്ട് വന്നതാന്ന്. അതല്ലേ, എനിക്ക് ഞാൻ ഇപ്പൊ കുടിച്ചല്ലോ. പിന്നെ അതിന്റെ മുകളിലേക്ക് ഒരെണ്ണം കൂടി കുടിച്ചാ ഞാൻ കുടിയാതെ കുടിങ്ങ പ്ലീസ്. അയ്യോ, ഉടമ്പ പാത്തുക്കണോ, ഹെൽത്ത് പാക്കണോ, തന്റെ ആരോഗ്യം നോക്കണോന്ന്. ഞാൻ നോക്കിക്കോളാം. ഞാൻ പാക്കണോ? ഞാൻ തന്നെ ഇരിക്കാം. உங்களுக்கு കുടിങ്ങ. എനിക്ക് ഇനിയിപ്പോ ഈ കുടിച്ചതിന്റെ മേലെ കുടിക്കാൻ പറ്റില്ല. അതാ ഞാൻ അൻപ തരണല്ലേ. മേല അൻപ இருந்தா കുടിങ്ങ പ്ലീസ്. കുടിക്കല്ലേ വേണ്ടു. குடிச்ச முழுவதும் குடிச்சு. ரொம்ப பிரமாதமா இருக்கு. தேங்க் யூ. இருக்கும். இவங்களுக்கு வேண்டி போட்டு வந்த ஜூஸ் நீ உங்ககிட்ட யார் சொன்னா குடிக்கிறதுக்கு? அத அவர் ஒண்ணு குடிச்சேன்னு சொன்னேன்ல, அதனால தான் நான் குடிச்சேன். இருந்தாலும் நீ எப்படி குடிக்கலாம்? நான் அவங்களுக்கு பாசமா போட்டுட்டு வந்த ஜூஸ். അല്ല, അത് എന്റെ മേഡം, സാറാ മേഡം. അപ്പൊ അവര് കുടിച്ച ഞാൻ കുടിച്ച മാതിരി. எப்படி குடிச்ச மாதிரி? അല്ല, கொச்சே, எங்களுக்கு கொஞ்சம் அரசியல் விஷயம் பேசணும். நீ கொஞ்சம் வெளியே போ. பங்கண்ணா, அதே பார்ட்டி மீட்டிங் இருக்கு. டீ பார்ட்டியா? டீ பார்ட்டி அல்ல. நான் போட்டு வரேன் உங்களுக்கு டீ. பார்ட்டி அதல்ல, பொலிட்டிக்ஸ் இங்க சர்ச்சை டிஸ்கஷன் இருக்கு. அத இருக்கும். ஓகே, போங்க. வெளியே போடி. இல்ல, போங்க. இருக்கும், குழப்பமில்ல. அப்புறமா நான் டீ போட்டு வர்றேன். அப்புறம் எப்பறம் டீ வேண்டாம், போ. ஓ, இது எங்கிருந்து வந்தது இது? മേഡത്തിന് തമിഴ് അറിയാലേ?
ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്യുന്ന ആളല്ലേടോ ഞാൻ. എനിക്ക് അത്യാവശ്യം എല്ലാ ഭാഷയും അറിയും. അതെ ഇന്ത റുക്കില്ല അല്ല മറ്റേ ഇവളുണ്ടല്ലോ ഈ പെണ്ണ് ഈ രുക്മിണി ഇവളുടെ നമ്മുടെ ഉത്തമൻ അവളുടെ റിലേഷൻ വിളിച്ചു കൊണ്ടുവന്നിരിക്കുക. എന്തിന്? എന്നെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ. ആ പെണ്ണിനൊന്നും അറിയില്ല, അതൊരു മഹാഭാവാണ്. പക്ഷെ ഇവന്റെ ഐഡിയ എന്താന്ന് എനിക്ക് ഇതുവരെ പിടുത്തം കിട്ടിയിട്ടില്ല. എന്റെ അവസ്ഥ എന്താന്നുള്ളത് സാറേ മേഡത്തിന് അറിയാലോ. എങ്ങനെങ്കിലും ഈ രുക്മിണീനൊന്ന് പുറത്ത് ചാടിക്കാൻ വല്ല വഴിയുണ്ടോ? തന്റെ വീട്ടിലുള്ള ആരെയെങ്കിലും പുറത്ത് ചാടിക്കലല്ല എന്റെ പണി. അപ്പോ പദയാത്ര നമുക്ക് ഉടനെ സംഘടിപ്പിക്കണം. എത്രയും വേഗം പാർട്ടി പറയുന്ന അനുസരിച്ച്. അത് ഈ പഞ്ചായത്ത് തലത്തിലല്ല കേട്ടോ, അല്ല ജില്ലാതലത്തിൽ. മനസ്സിലായി. ഇനിയിപ്പോ എന്തായാലും കണ്ടു പറ്റില്ലല്ലോ. ഇല്ല പുറത്തിറങ്ങി നടക്കുക വെച്ചാൽ കൊറേ സമാധാനം ഉണ്ടാവും. ഒന്നുമില്ല. എന്താ വയ്യഴികളുണ്ടോ? ഒന്നുമില്ല വേണം, ഒരു കുഴപ്പമില്ല. ഒന്നുമില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.